നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹർദിക് പാണ്ഡ്യയെ വലിയ പ്രതീക്ഷയോടെയാണ് വമ്പൻ വില കൊടുത്ത് സ്വീകരിച്ച ക്യാപ്റ്റനാക്കിയത്. എന്നാൽ ലോക പരാജയമായി മാറി. തുടർച്ചയായ പരാജയം വലിയ വിമർശനങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുംബൈ ഇന്ത്യൻസിനെതിരെ 4 വിക്കറ്റിനാണ് ലക്നൌവിന്റെ ജയം. മുംബൈ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിലാണ് ലക്നൌ മറികടന്നത്. അർദ്ധ സെഞ്ചുറി നേറിയ മാർക്സ്, ക്യാപ്റ്റൻ KL രാഹുൽ എന്നിവരുടെ ബാറ്റിംഗാണ് ലക്നൌ വിജയത്തിൽ നിർണായകമായി മാറിയത്. ഇതോടെ പന്ത് മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ലക്നൌ 3-ാം സ്ഥാനത്തെത്തി. സീസണിലെ മുംബൈയുടെ 7-ാം തോൽവിയാണിത്. തുടർച്ചയായ 3-ാം തോൽവിയും മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിന്റെ 4-ാം പന്തിൽ തന്നെ ഓപ്പണർ ആർഷിൽ കുൽക്കർണിയെ പുറത്താക്കി നുവാൻ തുഷാര ലക്നൌവിന് ആദ്യ പ്രഹരമേൽപ്പിച്ചു. എന്നാൽ 2-ാം വിക്കറ്റിൽ രാഹുൽ സ്റ്റോയിനിൻ സഖ്യം ലക്നൌവിനെ പതറാതെ മുന്നോട്ട് നയിച്ചു. ഇരുവരും ചേർന്ന് 52 റൺസ് കൂട്ടിച്ചേർത്തു. 8-ാം ഓവറിലാണ് രാഹുൽ പുറത്തായത്. ഇതിനുശേഷം സ്റ്റോയിനിൻ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 6-ഉം 7 4-ഉം അടങ്ങുന്നതായിരുന്നു ഈ സ്റ്റോയിനിൻസിന്റെ ഇന്നിംഗ്സ്. എന്നാൽ അടുത്തടുത്ത ഓവറിൽ ദീപക് ഹൂഡയും അതുപോലെ തന്നെ ഈ സ്റ്റോയിനിസും പുറത്തായതോടെ ലക്നൌ പതറി. ക്രീസിലെത്തിയ നിക്കോളാസ് പുരാൻ, അഷ്മൻ ടർണർ എന്നിവർ റൺസ് കണ്ടെത്താൻ വിഷമിച്ചതാണ് ലക്നൌവിനെ കുഴക്കിയത്. ടർണറും പിന്നീടെത്തിയ ആയുഷ് ബദോനിയും പെട്ടെന്ന് മടങ്ങിയതോടെ ലക്നൌ അപകടമണത്തു. എന്നാൽ അവസാന ഓവറിൽ ക്രൂണാൽ പാണ്ഡ്യ കൂട്ടുപിടിച്ച് പുരാൻ ലക്നൌവിനെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അടങ്ങുന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ ലോകകപ്പ് ടീം പ്രഖ്യാപിച്ച ദിവസം തന്നെ എറിഞ്ഞിട്ട് ടീമിനിടം ലഭിക്കാത്ത KL രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ലക്നൌ സൂപ്പർ ജയിക്കുകയും ചെയ്തു. മത്സരത്തിൽ ആദ്യ ബാറ്റും ചെയ്ത മുംബൈക്ക് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അതുപോലെ തന്നെ നേഹൽ വധേരി, ടീം ഡേവിഡ്, ഇഷാൻ കിഷൻ എന്നിവർ മാത്രമാണ് മുംബൈയിൽ നേരിൽ അല്പമെങ്കിലും പിടിച്ച് നിർത്താൻ സഹായിച്ചത്. ലക്നൌവിനായി മുഹസിൻ ഖാൻ 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മാർക്കസ് സ്റ്റോയിനിസ്, നവീൻ ഉൾഹഖ്, മായങ്ക് യാദവ്, രവി തുടങ്ങിയവർ ഓരോ വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് ഇന്നിംഗ്സിന്റെ 2-ാം ഓവറിൽ തന്നെ ഓപ്പൺ രോഹിത് ശർമ്മയെ നഷ്ടപ്പെടുകയായിരുന്നു. ലോകകപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ പുറത്തായതിന് പിന്നാലെയായിരുന്നു മറ്റൊരു ലോകകപ്പ് താരമായ സൂര്യകുമാർ യാദവ് ഒരു 6 അടിച്ചുവെങ്കിലും 3 ഓവറിൽ സൂര്യകുമാറിനെ ഈ സ്റ്റോയിനിസ് രാഹുലിന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. 6 പന്തിൽ 10 റൺസായിരുന്നു സൂര്യകുമാറിന്റെ സമ്പാദ്യം. പിന്നാലെത്തിയ തിലങ്ക വർമ്മയും റണ്ണൌട്ടായി. തൊട്ടടുത്ത പന്തിൽ തന്നെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ സംപൂജ്യനായി മടങ്ങി. ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച ദിവസം ഗോൾഡൻ ഡക്കായി മടങ്ങാനായിരുന്നു ഹർദിക്കിന്റെ വിധി.